അടുക്കൽ അനിൽ ബോസ്, എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് പ്രവേശന നിയന്ത്രണം, പൊതുജനങ്ങൾക്ക് പ്രവേശന നിയന്ത്രണം, സമര കവാടത്തിന്റെ അടച്ചിടൽ? കേരളത്തിൽ എല്ലാ കാലത്തും പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ സന്ദർശന സമയം നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരുപാട് ആവശ്യക്കാരും ആവലാതിക്കാരുമായിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ് വന്നപ്പോൾ അന്ന് പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കണം എന്ന ആഗ്രഹം. അതിൻ്റെ ഭാഗമായി നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൽ ഓരോ മന്ത്രിമാരുടെയും മുറിയിലേക്ക് നിവേദനങ്ങളുമായി എത്തുന്ന ആളുകളുടെ എണ്ണം ആയിരക്കണക്കിനായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് 3 മണി തൊട്ട് 5 മണി വരെ എന്ന് പറയുന്ന പഴയകാല സമയം വെച്ച് തുടക്കത്തിൽ തന്നെ തടയാൻ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. കാരണം വലിയ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാനാണ് ജനം തിരുവനന്തപുരത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്ന ആളുകൾ വരട്ടെ, അവരുടെ അപേക്ഷകൾ തരട്ടെ എന്ന് തന്നെയാണ് മന്ത്രിമാർ അവരുടെ ഏറ്റവും തിരക്കിനിടയിലും വിനയത്തോടെ ആളുകളെ കേൾക്കുകയും കാണുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്കാണ് ആളുകളുടെ പ്രവാഹം. ആ നിലയിൽ പലപ്പോഴും അവരുടെ ഔദ്യോഗിക നിർവഹണങ്ങൾ കൃത്യമായി പാലിച്ചു പോകാൻ കഴിയുന്നതിൽ തടസ്സമുണ്ടാകുന്നു എന്ന ബോധ്യം കൊണ്ടാണ് കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് വന്നത്. നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ, അല്ലാതെ പുതിയതായിട്ടുള്ള നിയന്ത്രണമല്ല. നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് സന്ദർശന സമയമെന്ന് പറയുന്നത് 3 മണി തൊട്ട് 5 മണി വരെ ആയിരുന്നു. അവരവിടെ വരണം, പാസ് എടുക്കണം, എവിടെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായി മാർക്ക് ചെയ്ത് ടൈം കൊടുത്ത് തന്നെയാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അതെല്ലാ കാലത്തെയും നിയമമാണ്. ഇപ്പോൾ അതിന് കുറേ കൂടി റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഒരു പുതിയ ഗവൺമെൻറ് തുടക്കം എന്നുള്ള നിലയിൽ ആളുകൾ വരുമ്പോൾ ഒരാളെയും തടയേണ്ട, ഒരാളെയും നിയന്ത്രിക്കേണ്ട, വരട്ടെ കാണട്ടെ, അവരുടെ നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ ഏതു കാലത്താണ് അതത്ര കർശനമായി കോൺഗ്രസ് അനുശാസിച്ചിരുന്നത് എന്നുകൂടി പറഞ്ഞു തരാമോ? ഇപ്പോ ഉമ്മൻചാണ്ടി കാലത്ത് എന്തായാലും സെക്രട്ടേറിയറ്റിൽ അങ്ങനെ 3 മണി മുതൽ 5 മണി വരെ മാത്രം പൊതുജനങ്ങൾക്ക് പ്രവേശനം എന്ന് ശരിയാണങ്ങ് പറഞ്ഞത് പേപ്പറിൽ ഉണ്ടായിരുന്നു, പക്ഷെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ല, ഞാനത് തന്നെയാണ് പറഞ്ഞതെന്നേ. ഞാൻ പറഞ്ഞതിൽ എന്താ തർക്കം? മുൻപും ഈ സമയക്രമീകരണം ഉണ്ടായിരുന്നു. ജനങ്ങൾ, ആവശ്യക്കാർ, ആവലാതിക്കാർ വരുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, അത് ശ്രീ കെ കരുണാകരനായാലും ശ്രീ എ കെ ആൻ്റണി ആയാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി ആയാലും ഇപ്പോഴുള്ള ശ്രീ വി ഡി സതീശനായാലും മറ്റു മന്ത്രിമാരായാലും ജനങ്ങളെ പരമാവധി കാണാൻ ശ്രമിക്കുകയാണ്. അവർ പറയുന്ന ആവശ്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് അവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത്? ജനങ്ങൾ വരുന്നത്, അവർക്ക് കഴിഞ്ഞ 10 വർഷക്കാലം അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടൊരു എൻട്രി ഉണ്ടായിരുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ ആളുണ്ടായിരുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പരിഹരിക്കാനുള്ള ഇടത്തേക്ക് ആളുകൾ വരികയാണ്. ആ വരുന്ന ആളുകൾ വരട്ടെ, വരുന്ന ആളുകളെ പരമാവധി കേൾക്കാനും അവരെ കാണാനും അവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാനും ഗവൺമെൻറ് തയ്യാറാണ്. കുറച്ച് നിയന്ത്രണം വേണം. ആ കുറച്ച് നിയന്ത്രണം വേണം എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് കയറണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെൻറ് പറയുന്നത്. ഇപ്പം മാധ്യമപ്രവർത്തകരുടെ വിഷയം എടുത്താൽ, മാധ്യമപ്രവർത്തകരെ ഒരു സെക്കൻഡ്, മാധ്യമപ്രവർത്തകർ, ഇത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് അവിടെ യഥേഷ്ടം കയറി ഇറങ്ങാമായിരുന്നു. പക്ഷേ അതിനൊന്നും തടസ്സമുണ്ടായിരുന്നില്ല. നേരത്തെ എങ്ങനെയാണോ കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ചയാണ്, പുതിയതായി ഗവൺമെൻറ് ഒരു ബാൻ ചെയ്തിട്ടില്ല, പുതിയതായിട്ട് ഒരു ബാനും ചെയ്തിട്ടില്ല. നിലവിലുള്ള നിയമങ്ങൾ, പിന്നെ ബഡ്ജറ്റിന്റെ തിരക്കാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തിരക്കിലാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഇത് ഒരു നയമില്ലാത്ത നിലപാടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നയമുണ്ട്, ഞങ്ങളുടെ നയം നിങ്ങളുടെ നയമല്ല, നിങ്ങളുടെ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത് എന്ന്. അപ്പോൾ നിലവിലുള്ള നിയമങ്ങളും നയങ്ങളും ഉണ്ടായിരുന്ന കേട്ടോ, അപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തുടരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും അധികാരത്തിൽ വന്നത് എന്നാണോ അഡ്വക്കേറ്റ് അനിൽ ബോസ്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അങ്ങനെ പറയാത്ത ഉത്തരങ്ങൾ പറയേണ്ടതില്ല. നിലവിൽ അവർ ചെയ്തത് ഞങ്ങൾ തുടരില്ല എന്നതിൻ്റെ ആദ്യത്തെ കാര്യമല്ലേ. ഞങ്ങൾ ആദ്യം തന്നെ അധികാരമേറ്റ് 30 ദിവസം തികഞ്ഞിട്ടില്ല. അതിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എണ്ണി നോക്കൂ. ആശാവർക്കർമാരുടെ വേതന വർധനവ്, അംഗനവാടി ടീച്ചർമാരുടെ വേതന വർധനവ്. ഒരു സെക്കൻഡ്, അല്ലല്ല, അങ്ങനെ ചോദിച്ചു പോലെ, അങ്ങനെ ചോദിച്ചിട്ട് പോലെ, അല്ലല്ല, ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അങ്ങ് പറഞ്ഞത് ശരിയല്ല. ആശാപ്രവർത്തകരുടെ കാര്യമല്ല, ഇത് വളരെ ഡയറക്റ്റ് ആയ ചോദ്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം വേണമെന്ന്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ കാര്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയത്. അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്?
അല്ല അത് തന്നെ അതിന് തന്നെയല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. 30 ദിവസം പോലും ആകാത്തൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വരുന്ന ഇരകളുടെ പിന്നെ പരാതിക്കാരുടെ അപേക്ഷകരുടെ പ്രവാഹം, അതിന്മേൽ തീരുമാനം ഉണ്ടാകണ്ടേ? കഴിഞ്ഞ 10 വർഷക്കാലത്തെ പല കാര്യങ്ങൾ അതിൽ പെടും ആശാവർക്കർമാർ, അതിൽ പെടും അംഗനവാടിക്കാർ, അതിൽ പെടും ഹർഷിന എന്ന് പറയുന്ന കത്രിക വയറ്റിൽ കുടുങ്ങിയ ആൾക്ക് ജോലി കൊടുത്ത കാര്യം, അതിൽ പെടും ദിവ്യ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ ഇടപെടലിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം അവരാഗ്രഹിച്ചതുപോലെ CBI അന്വേഷണം, ആ മകൾക്ക് ജോലി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൊല്ലത്ത് വേണുവിൻ്റെ കുടുംബത്തിന് കൊടുത്തിട്ടുള്ള മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട കുടുംബത്തിന് കൊടുത്തിട്ടുള്ള നഷ്ടപരിഹാരം, എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളുമായിട്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവാണ്. തൂഫാൻ അടക്കമുള്ള, തണ്ടർ അടക്കമുള്ള, ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും ശുചിയായിരിക്കണം. കേരളത്തിലെ തട്ടുകടകളിലേക്ക് അടക്കം അത് വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആശുപത്രിയിൽ കിടപ്പ് രോഗികൾ പാടില്ല. ആ നിലയിൽ അതിനുള്ള പകരം സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ ഇത്തരം ക്രിയാത്മകമായ കാര്യങ്ങളുമായി നൂറുകണക്കിന് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു മാധ്യമം എന്നില്ല. അതൊക്കെ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പലതുമുണ്ട്. ഈ വിഷയത്തിലാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം തന്നെ എതിർത്തൊരു കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന സമയത്ത് തിരുത്തുകയും പിന്നീട് അത് വീണ്ടും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യാൻ എന്താണ് പ്രകോപനം? ഒരു പ്രകോപനവുമില്ലെന്നേ. നിലവിലുള്ള നിയമം തുടരുന്നു, ഞങ്ങളത് മാറ്റുമെന്നേ, അത് പരിഷ്കരിക്കും. ഞാൻ പറഞ്ഞല്ലോ 21 ദിവസത്തിനിടയിൽ മുന്നോട്ട് വരുന്ന ഗവൺമെന്റ് കയറാൻ കഴിയുമായിരുന്നു, അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് അടക്കം കയറാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അത് സാധ്യമാകുന്നില്ല. ഈ കവാടം അടച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അത് നേരത്തെ ഇത് കേൾക്കുമാതു, ഇത് നേരത്തെ ഉള്ള നിയമപരമായ നിയന്ത്രണം മാത്രമാണ്. ഞങ്ങൾ പരിഷ്കരിച്ചിട്ടില്ല എങ്കിൽ അത് പരിഷ്കരിക്കുമെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്. പരിശോധിച്ച് പറഞ്ഞാൽ അതിനൊരു 3-4 ദിവസം കാത്തിരിക്കാൻ. ബഡ്ജറ്റ് നടക്കാൻ പോവാണ് 19-ാം തീയതി. അവിടെ മാധ്യമ പ്രവർത്തകർക്ക് കയറണമെങ്കിൽ നിയമനിർമ്മാണമൊന്നും ആവശ്യമില്ല. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അങ്ങനെ അങ്ങ് സാങ്കേതികവൽക്കരിക്കല്ലേ? നിയമനിർമ്മാണം ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെൻറ് വരുന്ന ആദ്യത്തെ ദിവസം വളരെ ആവേശത്തോടുകൂടി ആളുകൾ ഒന്നൊന്നായി ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന ആളുകളെ ആട്ടി ഓടിക്കാൻ ഞങ്ങൾ CPM അല്ലെന്നേ. ഞങ്ങൾ CPM അല്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വാതിലടയ്ക്കത്തില്ല. ഒരു മാധ്യമ പ്രവർത്തകരോടും കടക്കു പുറത്തെന്ന് ഞങ്ങൾ പറയില്ല. മാധു, കടക്കു പുറത്തെന്ന് ഞങ്ങൾ പറയില്ല. ഇവിടെ ഇപ്പോഴുള്ള നിയമങ്ങൾ നേരത്തെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിൽ ഞങ്ങൾ പരിഷ്കരിക്കും. വാതിൽ അടച്ചിട്ട് പാറാവും നിർത്തി മാധ്യമ പ്രവർത്തകരെ ഇങ്ങോട്ട് കേൾക്കേണ്ടതില്ല. മേലാവിൽ നിന്ന് അനുമതി പത്രമില്ലാതെ എന്നൊരു സ്റ്റാൻഡിംഗ് ഓർഡറും കൊടുത്തിട്ട് പിന്നെ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. അല്ല, സ്റ്റാൻഡിംഗ് ഓർഡർ നിങ്ങൾ പ്രൂവ് ചെയ്യേ. ഏത് ഉത്തരവാ കൊടുത്തത്? എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ഏത് സർക്കാർ ഉത്തരവാണുള്ളത് നിങ്ങളെ നിയമനിർമ്മാണം ആവശ്യമില്ല എന്നാണ് ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞത്. അവിടെ പാറാവ് നിൽക്കുന്ന പോലീസുകാരോട് അവിടെ നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. മാധു ശാഠ്യത്തോടു കൂടി പറഞ്ഞു പോയാൽ ഞാൻ വഴങ്ങി തരത്തില്ല. മാധു പറഞ്ഞത് ഓർഡർ കൊടുത്തു എന്നാ പറഞ്ഞു. ആര് ഓർഡർ കൊടുത്തു? അല്ലാതെ ഗവൺമെന്റ് ഓർഡർ എന്നല്ല. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? കേരളത്തിൽ ചർച്ച കേൾക്കുന്നവർ ഉണ്ടോ? അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അറിയാത്തവരോ ആട്ടെ, ആര് ഓർഡർ കൊടുത്തു? അതാണ് ഞാൻ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് കയറാൻ കഴിയുന്നില്ല. സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് കയറാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കയറാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏത് മന്ത്രാലയത്തിലേക്കാണോ ഏത് വകുപ്പിലേക്കാണോ പോകേണ്ടത് അവിടെ നിന്ന് കൃത്യമായ സമ്മതപത്രവും അനുമതിയും ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ എന്നാണ് നിർദ്ദേശം എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ മറുപടി. അതുകൊണ്ട് കയറാൻ കഴിയുന്നില്ല. ശരി, അപ്പൊ നിലവിലുള്ള നിയമത്തിന് പറയൂ. ഞാൻ പറഞ്ഞത് ജിയോ ആണെന്നാണ് പറഞ്ഞത്. നിലവിലുള്ള നിയമത്തിന്റെ ജിയോ നമ്പർ പറയൂ. അതിപ്പോ നിങ്ങൾ ഇത് പറഞ്ഞിരുന്നത് ഞാൻ ജിയോ നമ്പർ എടുത്തോണ്ട് വരാം. നിങ്ങൾ നാളെ രാവിലെ ചർച്ചയ്ക്ക് നേരത്തെ പറഞ്ഞിട്ടാണോ? ചർച്ചയിൽ ഇത് ചോദിച്ചോ? അല്ല, നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ ഈ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു എന്നാ പറഞ്ഞത്. ഈ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു എന്ന് നിങ്ങൾ അത് നിർദ്ദേശം എന്നത് കൂടിയാണ് അർത്ഥം. ആ നിർദ്ദേശം അവർ പാലിക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് കയറാൻ കഴിയില്ല എന്നുള്ളത്. അത് വെള്ളപത്രത്തിൽ എഴുതി സർക്കാർ സീൽ വെച്ച് കൊടുക്കേണ്ടതില്ല, നിർദ്ദേശിച്ചാൽ മതി. മാധു എത്ര ബഹളം വെച്ചാലും
മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കീഴ്വഴക്കമല്ലാതെ പുതിയതായി ഒരു ഉത്തരവും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഈ ഗവൺമെന്റ് പുതിയതായി ഒരു ഉത്തരവും കൊടുത്തിട്ടില്ല. ശരി, അല്ല, അത് ഞങ്ങൾ നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. മാധുവിന്റെ നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. UDF-ന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് UDF-ന് അറിയാം. അത് പരിഷ്കരിക്കേണ്ട നിയമങ്ങൾ പരിഷ്കരിക്കും. നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. സർക്കാരിന്റെ കാലത്തെ നമോഭാവം കൈ വെച്ചാൽ മതി. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റും. അതിന് നിങ്ങളുടെ തിട്ടൂരമൊന്നും വേണ്ട. നിങ്ങളുടെ തിട്ടൂരം വേണ്ടത്, നിങ്ങളുടെ തിട്ടൂരം വേണ്ട. ഈ ഗവൺമെന്റ് അറിയാം, ഒരു മാസം പോലും ആകാത്ത ഈ ഗവൺമെന്റ് അറിയാം എങ്ങനെ പരിഷ്കരിക്കണം. തിട്ടൂരം സെക്രട്ടേറിയറ്റ് അതെന്തുകൊണ്ടാണ് മാധുവിന്റെ ആ ശാഠ്യവും ദുശാഠ്യവും ഇങ്ങോട്ട് വേണ്ട. മാധു ശരി, അല്ല, ഈ ശാഠ്യം ദുശാഠ്യം ധാർഷ്ട്യം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് പഴയ ഭരണപക്ഷത്തോടാണ്. നിങ്ങൾ ഭരണപക്ഷത്തിൽ മാറ്റവുമില്ല എന്നേ പറഞ്ഞുള്ളൂ. മാറ്റമില്ല, അത് കീഴ്വഴക്കമാണെന്ന് നിങ്ങൾ ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ശരി, ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വഴങ്ങി തരത്തില്ല. ഒരു കാരണവശാലും വഴങ്ങി തരത്തില്ല. സംസാരിക്കേണ്ടതും എല്ലാ കാലത്തും പറഞ്ഞും ചോദിച്ചും സംസാരിച്ചും തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിണറായി വിജയൻ സർക്കാരിനോടൊപ്പം പറയുന്നതോടൊപ്പം കേൾക്കാനുള്ള മര്യാദ കൂടി കാണിക്കണം. നിങ്ങൾ പറയുന്നതോടൊപ്പം നിങ്ങൾ കേൾക്കാനുള്ള, നിങ്ങൾ പറയുന്നതിനോടൊപ്പം നിങ്ങൾ പറയുന്ന കേൾക്കാനുള്ള സൗകര്യം കാണിക്കണം. അല്ല, നിങ്ങൾ ഏകപക്ഷമായി പറയാൻ നിങ്ങളുടെ ശമ്പളത്തിനല്ലയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ശമ്പളത്തിനല്ലയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശമ്പളത്തിനല്ലയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് പോകാൻ നിങ്ങളുടെ ശമ്പളത്തിനല്ലയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ സൗകര്യം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ മതി. മനസ്സിലായില്ലേ? ഒരു മാസം പോലും ആകാത്തൊരു ഗവൺമെന്റ് ഒന്നിലധികം കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഒന്നല്ല 100 അല്ല 1000 കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ പരിഷ്കരിക്കണമെങ്കിൽ ഞങ്ങൾ പരിഷ്കരിക്കും. കാലോചിതമായി പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ പരിഷ്കരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദ്യങ്ങളാകാം, നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോരണ്ടെന്നാ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിക്കണം, അടിച്ചേൽപ്പിക്കാൻ നേരിട്ടുള്ള ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നു. അധിക്ഷേപമൊന്നുമില്ല. സർക്കാർ ഞാൻ പറഞ്ഞില്ല. ചോദ്യങ്ങളാവാം, അടിച്ചേൽപ്പിക്കൽ വേണ്ട. തീരുമാനം പറയാനില്ല. ചോദ്യങ്ങളാവാം, അടിച്ചേൽപ്പിക്കൽ വേണ്ട. ഒരു CPM നടത്തിയ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിലവിലുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ മാധു അങ്ങനെ പറഞ്ഞു പോണ്ട. ഒരു ഗവൺമെന്റ് വന്നാൽ പരിഷ്കരിക്കേണ്ട കാര്യങ്ങളെല്ലാം 24 മണിക്കൂർ കൊണ്ടല്ല പരിഷ്കരിക്കുന്നത്. 20 ദിവസം മാത്രമാണ് ഒരു ഗവൺമെന്റ് വന്നിട്ടാകുന്നത്. ആ 20 ദിവസത്തിനകം ഒരു കാര്യമല്ല. നിങ്ങൾ വീണ്ടും മാറ്റി. എവിടെ 29 ദിവസം? അല്ല, ഈ വാഹനം എവിടെ 29 ദിവസം? എവിടെ 29 ദിവസം? ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞത് 29 ദിവസമായെന്ന് ആരോ നിങ്ങളോട് പറഞ്ഞു? മുഖ്യമന്ത്രി ആ കവാടം തുറന്ന് പുറത്തേക്ക് നിങ്ങളോട് പറഞ്ഞത് 29 ദിവസമായി? ഈ ഗവൺമെന്റ് സത്യം ചെയ്തിട്ട് 29 ദിവസമായെന്ന് പറഞ്ഞത്? ഇതിന് മറുപടി പറയാമോ? ആ കവാടം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. ഒരു മാസം പോലും ആകാത്തൊരു ഗവൺമെന്റ്, ഒരു ദിവസം കൊണ്ട് എല്ലാ തീരുമാനങ്ങളിലും നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു മുഖ്യമന്ത്രി മാറുക, ഒരു ഗവൺമെന്റ് മാറുക, ഒരു മുഖ്യമന്ത്രി മാറുക, ഒരു ഗവൺമെന്റ് മാറുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഒരു സിസ്റ്റം മാറണം. ആ സിസ്റ്റം മാറണമെങ്കിൽ DGP മാറണം, IPS ഉദ്യോഗസ്ഥന്മാർ മാറണം, ഗവൺമെന്റ് സെക്രട്ടറിമാർ മാറണം. അല്ല, മുഖ്യമന്ത്രി മാത്രം മാറുക, ഗവൺമെന്റ് മാറുക എന്ന് പറഞ്ഞാൽ കാരണമില്ല. ആ ചിത്രം പങ്കുവെച്ചാൽ ഈ സർക്കാർ അധികാരത്തിലേക്ക് ഒറ്റ ദിവസം മാറണം. ഒരു സിസ്റ്റം മാറുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രം മാറിയാൽ പോരല്ലോ. ഒരു സിസ്റ്റം മാറുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രം മാറുക, മന്ത്രിമാർ മാത്രം മാറുകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരാൾ പറയുന്നത് കേൾക്കുന്നേ. നിങ്ങൾ പറയുന്നത്, ഞാൻ പറഞ്ഞത് നിലവിലുള്ള സെക്രട്ടറിമാർ മാറുന്നു, ഇനി IPS ഉദ്യോഗസ്ഥന്മാർ മാറും, മറ്റുദ്യോഗസ്ഥന്മാർ മാറും, പോളിസികൾ മാറും, ഓരോ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ 24 മണിക്കൂറിനകം എല്ലാ കാര്യത്തിലും മാറ്റം വരുത്തേണ്ട എല്ലാ കാര്യങ്ങളും സമയമനുസരിച്ച് പരിഷ്കരിക്കും. ഒറ്റ കാര്യം, ആ ഗേറ്റ് തുറന്നിരുന്നോ? അതിലൂടെ വാഹനം പുറത്തു വരുന്ന ചിത്രം കേരളത്തിന് മുഖ്യമന്ത്രി പങ്കുവച്ചിരുന്നോ? പിന്നെ അതിപ്പോൾ അടഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ഓരോ ദിവസങ്ങളിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? അല്ല, നിലവിൽ ഒരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് വന്നത്, ഇത് കേൾക്കൂ, എല്ലാ കാലത്തും ഫ്രണ്ട് ഗേറ്റ് തുറന്നിടാറില്ല. നിരവധി സമരങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സന്ദർഭം കണക്കിലെടുത്താണ് പലപ്പോഴും അത് അടഞ്ഞു കിടന്നത്. ഈ ഗവൺമെന്റ് വന്നപ്പോ അത് ഓപ്പൺ ചെയ്തിരുന്നു. ഇപ്പൊ അടച്ചിട്ടുണ്ട്, നാളെ തുറക്കും. നടപടിക്രമങ്ങൾ നടക്കുന്ന സമരം ഏതാ?
അല്ല, സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടഞ്ഞു ഇപ്പൊ കിടക്കുന്നത്. സമരം നടന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. സെക്രട്ടേറിയറ്റ് മുന്നിൽ ആചാരമൊന്നുമല്ലല്ലോ നോർത്ത് ഗേറ്റ് അടച്ചിടുക. അങ്ങാണ് പറഞ്ഞത് സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടഞ്ഞു കിടക്കുന്നതെന്ന്. ഇപ്പൊ നടക്കുന്ന സമരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഓക്കെ. എനിക്ക് മറ്റൊന്നിലേക്ക് പോകാൻ ഏറെ വൈകിയിരിക്കുന്നു. എനിക്കൊരു ഇടവേള വേണം, തിരിച്ചു വരാം. ഞാൻ പറഞ്ഞ ഇടവേള. Debate with Madhu Saji.